മൂന്നാറിൽ വലിയ തുക മുടക്കിയ കുടിവെള്ള പദ്ധതി പാതി വഴിയിൽ നിലച്ചു. പദ്ധതിയുടെ ഭാഗമായി ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച തടയണകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. മൂന്നാർ ടൗണിന് സമീപം കന്നിമലയാറ്റിലാണ് നബാർഡ് ഫണ്ട് ഉപയോഗിച്ച് ചെറുകിട ജലസേചന വകുപ്പ് ബണ്ടുകൾ സ്ഥാപിച്ചത്. ലക്ഷങ്ങൾ മുടക്കിയെങ്കിലും പദ്ധതി പൂർത്തീകരിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് സാധിക്കാതെ വന്നതാണ് പ്രതിസന്ധിയായത്. ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിൽ 2019 മൂന്നാർ ടൗണിന് സമീപവും 1 കിലോമീറ്റർ മുകളിൽ മുതുവാൻപാറ ഭാഗത്തും കന്നിമലയാറിന് കുറുകെ 2 തടയണകൾ നിർമ്മിക്കുന്ന ജോലികൾക്ക് തുടക്കമിട്ടത്. നിർമ്മാണം 2022 മാർച്ചിൽ പൂർത്തിയായി. ശുദ്ധജലക്ഷാമം രൂക്ഷമായ മൂന്നാർ ടൗൺ കോളനി പ്രദേശങ്ങളിൽ വെള്ളം എത്തിക്കാനുള്ളതായിരുന്നു പദ്ധതി. എന്നാൽ പദ്ധതി പാതി വഴിയിൽ നിലച്ചതോടെ ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ച തടയണകൾ ഇപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായതായി നാട്ടുകാർ പറയുന്നു. മൂന്നാറിനും അതുപോലെയുള്ള ആനച്ചാല് വെള്ളത്തൂൽ ഭാഗത്തിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ വേണ്ടി ഇവിടെ ഒരു ചെക്ക് ഡാം പണിതതാണ്. അത് നമ്മൾ അന്നേ ഇതിനെക്കുറിച്ച് നമ്മളൊരു എതിർപ്പ് തെളിയിച്ചതാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു ശരിക്കുള്ള പഠനം നടത്താണ്ട് ഇങ്ങനെ ഒരു ചെക്ക് ഡാം കോടിക്കണക്കിന് രൂപയ്ക്ക് ചിലവാക്കി പണിതിട്ടിട്ട് ആ പൈസ ദൂർത്തടിച്ച് ഇന്ന് ആ വെള്ളവുമില്ല, ആ സ്ഥലവും ജനം അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് കിടക്കുന്നത്. ആർക്കും പ്രയോജനമില്ലാണ്ട് പൊതുജനത്തിൻ്റെ ഈ പൈസ ദൂർത്തടിച്ചത് മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ. നബാർഡ് ഫണ്ട് ഉപയോഗിച്ചാണ് ചെറുകിട ജലസേചന വകുപ്പ് ബണ്ടുകൾ സ്ഥാപിച്ചത്. കന്നിമലയാറ്റിലെ വെള്ളം തടഞ്ഞു നിർത്തി ടാങ്കിൽ സംഭരിച്ച് വിതരണം ചെയ്യാനുള്ളതായിരുന്നു പദ്ധതി. ഇത് പഞ്ചായത്തിന് കൈമാറുമെന്നും ടാങ്കും പൈപ്പുകളും സ്ഥാപിച്ച് പഞ്ചായത്ത് ജലവിതരണം നടത്തണമെന്നുമായിരുന്നു ധാരണ. എന്നാൽ പദ്ധതി പ്രായോഗികമല്ലെന്നും വൻ പണച്ചെലവ് വരുമെന്നും ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് പിന്മാറി. ഇതോടെ ഈ തടയണകൾ ഉപയോഗശൂന്യമായ നിലയിലായി. പദ്ധതി പ്രായോഗികമാണോ എന്ന് മതിയായ പഠനം നടത്താതെ തടയണകൾ സ്ഥാപിച്ചത് തിരിച്ചടിയായെന്നാണ് ആക്ഷേപം.